Hi students, welcome to another class of QF Focus. ഇന്ന് നമ്മൾ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്പ്രിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ്. ഫിസിക്സിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണത്. സ്പ്രിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വരുന്ന പ്രോബ്ലംസ് നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ഫസ്റ്റ് വൺ ഈസ് എ സ്പ്രിങ് ഓഫ് ലെങ്ത് L ആൻഡ് സ്പ്രിങ് കോൺസ്റ്റൻറ്റ് 50 Newton per meter. K തന്നിട്ടുണ്ട് 50 Newton per meter ആണ്. Is kept on a horizontal frictionless table with one end attached in a rigid support. First, the spring was compressed by 10 centimeter. നമുക്ക് ഓരോന്നായിട്ട് നമുക്കൊന്ന് കണ്ടീഷൻ നമുക്കൊന്ന് വരച്ച് പോവാം. ഒരു ടേബിളാണ്, ഒരു ടേബിൾ എടുത്തിട്ടുണ്ട്. ആ ടേബിളിൽ ഒരു റിജിഡ് സപ്പോർട്ടിൽ നിന്ന് ഒരു സ്പ്രിങ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, horizontal one end attached to a rigid support. First, the spring was compressed by 10 centimeter and then released to hit a ball of mass 20 gram kept at a distance L from the rigid support. ഇവിടെ സ്പ്രിങ്ങിൻ്റെ ലെന്തും L ആണ് പറഞ്ഞിരിക്കുന്നത്. ആ സെയിം L ഡിസ്റ്റൻസിൽ തന്നെ അവിടെ എന്തും വെച്ചിട്ടുണ്ട്, ഒരു ബോളും വെച്ചിട്ടുണ്ട്. ബോളിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട് 20 gram. ഓക്കെ, kept at a distance from the rigid support of, if after hitting the ball the natural length of the ball is restored, what is the speed with which the ball moved? അതായത് ക്വസ്റ്റിനകത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു റിജിഡ് സപ്പോർട്ടിൽ നിന്ന് ഒരു സ്പ്രിങ് കണക്ട് ചെയ്തിട്ടുണ്ട്. സ്പ്രിങ്ങിൻ്റെ ലെന്ത് എല്ലാണ്. ആ L ഡിസ്റ്റൻസിൽ തന്നെ ഒരു 20 gram വെയിറ്റ് വരുന്നൊരു ബോൾ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ സ്പ്രിങ്ങിനെ ഒരു 10 centimeter ഇങ്ങോട്ട് കംപ്രസ് ചെയ്യുകയാണ്. 10 centimeter ഇങ്ങോട്ട് കംപ്രസ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ അങ്ങ് റിലീസ് ചെയ്യുകയാണ്. അത് റിലീസ് ചെയ്തപ്പം അത് ഈ ബോളിൽ ചെന്ന് ഹിറ്റ് ചെയ്തിട്ട്, ചെന്ന് ഇടിച്ചിട്ട് തിരിച്ചു വന്ന് നിൽക്കുന്നത് അതിൻ്റെ ഒറിജിനൽ ലെന്ത് ഏതാണോ ആ ലെന്തിൽ തന്നെയാണ് ഇത് തിരിച്ചു വന്ന് നിൽക്കുന്നത്. ബോളിൽ ചെന്ന് ഇടിച്ചിട്ട് പിന്നെ അത് കംപ്രസ്ഡ് ആകുന്നില്ല. പിന്നെ അതിൻ്റെ ഒറിജിനൽ ലെന്ത് L ലെന്തിൽ തന്നെയാണ് അത് റെസ്റ്റിലേക്ക് വരുന്നത്. അതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ സ്പീഡ് വിത്ത് വിച്ച് ദ ബോൾ മൂവ്ഡ്? ആ ബോൾ മൂവ് ചെയ്യുന്ന സ്പീഡ് എന്തായിരിക്കും എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ സ്പ്രിങ് നമ്മളൊരു 10 centimeter കംപ്രസ് ചെയ്തിട്ട് വിടുമ്പോഴത്തേക്കും അത് വന്ന് ഈ ബോൾ ഹിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ബോളിൽ വന്ന് ഇടിക്കുമ്പോഴത്തേക്കും ഈ ബോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് തെറിച്ചു പോകുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. ആ ബോൾ മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റൻ ഒന്നും കൂടി ഒന്ന് ഫോളോ ചെയ്തേനെ. എ സ്പ്രിങ് ഓഫ് ലെന്ത് L ആൻഡ് സ്പ്രിങ് കോൺസ്റ്റൻറ്റ് 15 Newton per meter is kept on a horizontal frictionless table with one end attached in a rigid support. First, the spring was compressed by 10 centimeter and then released to hit a ball of mass 20 gram kept at a distance L from the rigid support. If after hitting the ball, the natural length of the ball is restored, what is the speed with which the ball moved? ആ ബോൾ മൂവ് ചെയ്ത സ്പീഡ് എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ 10 centimeter കംപ്രസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇതിനെ 10 centimeter കംപ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഈ സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ½ kx² ആണ്. ഇറ്റ് ഈസ് ½ kx² ആണ്. ഇനി നമ്മൾ ഇതിനെ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും, അതായത് കംപ്രസ് ചെയ്തിട്ട് തിരിച്ചു വിടുമ്പോഴത്തേക്കും ഇതിന് എത്രത്തോളം പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ ആ എനർജി മുഴുവനായിട്ടും ഈ ബോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ബോളിന് ഈ എനർജി കിട്ടുന്ന എന്ത് ഫോമിലായിരിക്കും? കൈനറ്റിക് എനർജിയുടെ ഫോമിലായിരിക്കും. കൈനറ്റിക് എനർജി ആയിട്ടായിരിക്കും. കാര്യം ഈ സ്പ്രിങ് വന്ന് ഇതിൽ ഇടിക്കുമ്പോഴത്തേക്ക് ഈ ബോൾ അങ്ങ് തെറിച്ചു പോവുക ചെയ്യുന്നത്, അതങ്ങ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബോൾ അങ്ങ് മൂവ് ചെയ്യുമ്പോഴത്തേക്കും അതിന് വെലോസിറ്റി വരുന്നുണ്ട്. വെലോസിറ്റി വരുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് എനർജി ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? കൈനറ്റിക് എനർജി ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ½ v² ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? K തന്നിട്ടുണ്ട്, 15 Newton per meter തന്നിട്ടുണ്ട്. ദെൻ മാസ് തന്നിട്ടുണ്ട് 20 gram ആണെന്ന്. ദാറ്റ് ഈസ് 20 × 10⁻³ കിലോഗ്രാം എന്ന് എടുക്കാം.
ഇനി ഇത് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് നമുക്ക് ക്വസ്റ്റനിൽ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ ആണ്. ദാറ്റ് ഈക്വൽ ടു 10 × 10⁻² മീറ്റർ എന്നെടുക്കാം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു കൈനറ്റിക് എനർജി ആയിരിക്കും. എത്ര പൊട്ടൻഷ്യൽ എനർജി ആണോ അത് തന്നെയാണ് കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നത്. ദാറ്റ് ഈസ് ½ kx² ഈസ് ഈക്വൽ ടു ½ mv². half cancelled, then we have to find out v² അല്ലേ? v കിട്ടാനായിട്ട് kx² m എന്ന് വരും. അങ്ങനെയാണെങ്കിൽ v എന്ന് പറയുന്നത് എന്ത് വരും? √kx² m എന്ന് വരും. വാല്യൂസ് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. k എന്ന് പറയുന്നത് 50 ആണ്. x എന്ന് പറയുന്നത് 10 × 10⁻² ഹോൾ സ്ക്വയർ ആണ്. അല്ലെങ്കിൽ റൂട്ടിന് പുറത്തേക്ക് എടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്താലും മതി. മാസ് തന്നിട്ടുണ്ട് 20 × 10⁻³ ആണ്. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് √25 എന്നാണ്. ദാറ്റ് ഈക്വൽ ടു 5 m/s ആയിരിക്കും. ദാറ്റ് ഈക്വൽ ടു 5 m/s. നമുക്കിവിടെ ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് നോക്കി, 25, 50, 5, 2.5. ഓപ്ഷൻ സി ആണ്, 5 m/s ആയിരിക്കും. ഓക്കെ, ക്വസ്റ്റൻ ഇത്തിരി ലെന്തിയാണ്, വായിച്ചെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ റഫായിട്ടൊരു ഫിഗർ ഒന്ന് വരച്ച് പോവുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കുറേ കൂടി ക്ലിയർ ആയിരിക്കും. അല്ലെങ്കിൽ ഒത്തിരി ലെന്തി ആയിട്ടുള്ളതാകുമ്പം നമ്മൾ ആ ലാസ്റ്റത്തെ സെൻറ്റൻസിലേക്ക് വരുമ്പോൾ ആദ്യം വായിച്ചത് എന്താണെന്നുള്ളത് ചിലപ്പോൾ നമ്മുടെ മൈൻഡിൽ ക്ലിയർ ആയിട്ട് കിട്ടാതെ വരും. അപ്പോൾ ആ സ്റ്റെപ്സ് വായിക്കുന്നതിനോടൊപ്പം തന്നെ റഫായിട്ട് ആ ഫിഗറും കൂടി ഒന്ന് ഡ്രോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് കാര്യം കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആയിട്ട് കിട്ടും, പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് a mass m suspended vertically by a massless ideal spring with the spring constant k is at rest. The mass is displaced upward by a height h. When released, the kinetic energy of the mass will be proportional to. ഓക്കെ, അതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. മാസ് എം സസ്പെൻഡഡ് വെർട്ടിക്കലി ബൈ എ മാസ്ലെസ് ഐഡിയൽ സ്പ്രിങ് ആണ്. മാസ് ഒന്നും ഇല്ലാത്ത ഒരു ഐഡിയൽ സ്പ്രിങ് വെച്ചിട്ട് ഒരു മാസ് എമ്മിന് നമ്മൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, എന്നിട്ട് ഇതിനെന്താ ചെയ്തിരിക്കുന്നത്? ഡിസ്പ്ലേസ്ഡ് അപ്വേർഡ് ബൈ എ ഹൈറ്റ് എച്ച്. ഇതിന് മുകളിലോട്ട് ഒരു എച്ച് ഹൈറ്റ് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യുന്നു. എച്ച് ഹൈറ്റ് നമ്മൾ മുകളിലോട്ട് പൊക്കുകയാണ്. വെൻ റിലീസ്ഡ്, അതിന് നമ്മൾ മുകളിലോട്ട് എച്ച് ഹൈറ്റ് പൊക്കിയിട്ട് പിന്നെ നമ്മൾ അതിനെ അങ്ങ് വിടുമ്പോഴത്തേക്കും, റിലീസ് ചെയ്യുമ്പോഴത്തേക്കും ദ കൈനറ്റിക് എനർജി ഓഫ് ദി മാസ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു. അതായത് നമ്മളിതിനെ എച്ച് ഹൈറ്റിലേക്ക് മുകളിലോട്ട് കൊണ്ടുപോകുന്നു, എന്നിട്ട് നമ്മൾ അതിനെ അങ്ങ് റിലീസ് ചെയ്യുകയാണ്. റിലീസ് ചെയ്യുമ്പോഴത്തേക്കും മാസ് എന്ത് ചെയ്യും? പിന്നെയും താഴത്തേക്ക് തന്നെ വരും. അപ്പോൾ ആ സമയത്ത് വരുന്ന അതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൺലി h² ആണ്. ഇത് ഹൈറ്റിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണലാണ്, ഹൈറ്റിന് പ്രൊപ്പോർഷണലാണ്, എച്ചിനും h² പ്രൊപ്പോർഷണലാണ്, കെയ്ക്ക് പ്രൊപ്പോർഷണലാണ്. ഇതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നോക്കാം. ഇവിടെ എം മാസിനെ എച്ച് ഹൈറ്റിലേക്കാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഈ സ്പ്രിങ് കംപ്രസ്ഡ് ആവും. സ്പ്രിങ് കംപ്രസ്ഡ് ആകുമ്പോഴത്തേക്കും അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ½ ആണ്. ഇവിടെ എച്ച് ഹൈറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? ½ എന്ന് കൊടുക്കാം. ഇനി ഒരു ഒബ്ജക്റ്റിനെ എച്ച് ഹൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും അതിൻ്റെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, ഗ്രാവിറ്റേഷണൽ പി എന്ന് പറയുന്നത് mgh ആണ്. ഓക്കെ ആണോ? അപ്പം ഈ മാസിനെ എച്ച് ഹൈറ്റിലേക്ക് നമ്മൾ ലിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ എച്ച് ഹൈറ്റിലേക്ക് നമ്മൾ ഇവിടുന്ന് മുകളിലേക്ക് വെർട്ടിക്കലായിട്ട് നമ്മൾ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ സ്പ്രിങ് കംപ്രസ്ഡ് ആവുന്നുണ്ട്. അവിടെ വരുന്ന പൊട്ടൻഷ്യൽ എനർജി ½ ആണ്. ഒപ്പം തന്നെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എം മാസ് എച്ച് ഹൈറ്റിലേക്ക് പോകുമ്പോൾ വരുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി mgh ആണ്. ഇതിനെ നമ്മൾ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും, താഴത്തോട്ട് വിടുമ്പോഴത്തേക്കും ഈ മാസ് നേരെ താഴത്തേക്ക് വരും. താഴത്തേക്ക് വരുന്നതനുസരിച്ച് സ്പ്രിങ് എന്ത് ചെയ്യും? കുറച്ച് താഴത്തേക്ക് എക്സ്റ്റെൻഡ് ആവുന്നുണ്ട്, പഴയതുപോലെ താഴത്തേക്ക് വരും. അപ്പോൾ ഇത് താഴത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ ഇതിന് എന്ത് കിട്ടുന്നുണ്ട്? കൈനറ്റിക് എനർജി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഇൻ ദ സ്പ്രിങ് പ്ലസ്
പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ഗ്രാവിറ്റേഷൻ ആയിരിക്കും. അതായത് ഹാഫ് kh² പ്ലസ് mgh ഈക്വൽ ആയിരിക്കും. ഹാഫ് kh² പ്ലസ് mgh ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ കൈനറ്റിക് എനർജി ആർക്കൊക്കെ പ്രൊപ്പോർഷനിലാണ്? ബോത്ത് h² ആൻഡ് h. കാരണം എന്താ? ഹാഫ് kh² എന്ന് പറയുമ്പോൾ ke പ്രൊപ്പോർഷണൽ ടു h² ആണ്. mgh എന്ന് പറയുമ്പോൾ ke പ്രൊപ്പോർഷണൽ ടു h ആണ്. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി പ്രൊപ്പോർഷണൽ ടു ബോത്ത് h² ആൻഡ് h. ഓക്കെ, ഡീറ്റെയിൽ അല്ലേ? അടുത്ത ക്വസ്റ്റിനിലേക്ക് വരുമ്പോഴത്തേക്കും അടുത്ത ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കിയേ. എ ബ്ലോക്ക് ഓഫ് മാസ് 20 kilogram is suspended through 2 spring balances with negligible mass as shown in figure. What will be the reading in the upper and lower balance respectively? അതായത് ഒരു 20 kilogram മാസിനെ നമ്മൾ 2 സ്പ്രിംഗ് ബാലൻസ് വെച്ചിട്ടാണ് ഹാങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 സ്പ്രിംഗ് ബാലൻസ് ഒരെണ്ണം കണക്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ താഴെ ഒരെണ്ണം കണക്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ താഴെയായിട്ടാണ് 20 kilogram. അപ്പോൾ ഇതിനകത്ത് രണ്ടെണ്ണത്തിനകത്ത് റീഡിങ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഒരു സ്പ്രിംഗ് ബാലൻസ് ഉണ്ട്. ആ സ്പ്രിംഗ് ബാലൻസിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ അടുത്തൊരു സ്പ്രിംഗ് ബാലൻസിനെ കൂടി കണക്ട് ചെയ്തിരിക്കുന്നു. അതിൻ്റെ എൻഡിലായിട്ടാണ് ആര് വന്നിരിക്കുന്നത്? അതിൻ്റെ എൻഡിലായിട്ടാണ് നമുക്ക് മാസിനെ ലോഡ് ചെയ്തിട്ടിരിക്കുന്നത്. മാസ് തന്നിട്ടുണ്ട് 20 kilogram. ഓക്കെ, ഈ അപ്പർ വണ്ണിനകത്ത് വരുന്ന ടെൻഷൻ നമ്മൾ T1ഉം സെക്കൻഡ് വണ്ണിനകത്ത് വരുന്ന ടെൻഷൻ നമ്മൾ T2 എടുക്കാമെന്ന് വിചാരിച്ചോളൂ. ഇതിനകത്ത് വരുന്ന ടെൻഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ വെയിറ്റ് ആണ്, ദാറ്റ് ഈസ് mg. ഓക്കെ, ഇനി ഇതിനകത്ത് വരുന്ന ടെൻഷൻ എന്ന് പറയുന്നത് ഈ T2 വരുന്ന ഈ വെയിറ്റ് mg ഇതിനകത്തും വരുന്നുണ്ട്, പ്ലസ് ഈ സ്പ്രിങ്ങിൻ്റെ മാസ് കാരണം വരുന്ന വെയിറ്റും കൂടി ഇതിൻ്റെ അകത്ത് വരും. അതിനെ നമുക്ക് mg എന്ന് കൊടുക്കാം. ഈ mg എന്ന് പറയുന്നത് ആരുടെ മാസ് കാരണം വരുന്നതാണ്? സ്പ്രിങ്ങിൻ്റെ മാസ് കാരണം വരുന്നതാണ്. ഡ്യൂ ടു ദ മാസ് ഓഫ് ദി സ്പ്രിങ് ആണ്. സ്പ്രിങ്ങിൻ്റെ മാസ് കാരണം വരുന്നതാണ് ഈ m എന്ന് പറയുന്നത്. പക്ഷേ ക്വസ്റ്റ്യനിൽ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട് നെഗ്ലിജിബിൾ മാസ് എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ടേം ഫുള്ളായിട്ട് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. നെഗ്ലിജിബിൾ ആണ്. അങ്ങനെയെങ്കിൽ T1 ഈക്വൽ ടു ആരായിട്ട് വരും? T2 ആയിട്ട് വരും. ഓക്കെ, T1 ഈക്വൽ ടു T2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടിനകത്തും റീഡ് ചെയ്യുന്ന റീഡിങ് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. അതായത് ഇത് 2 kilogram ആണെങ്കിൽ ഇവിടെ കാണിക്കുന്നതും 2 kilogram തന്നെയായിരിക്കും, ഇവിടെ കാണിക്കുന്നതും 2 kilogram. അതായത് വെയിറ്റ് വരുമ്പോഴത്തേക്ക് എന്തായിട്ട് വരും? 2 × 10 ദാറ്റ് ഈക്വൽ ടു 20. ഇവിടെയും എന്ത് തന്നെ വരും? 2 × 10 20. അതായത് രണ്ടിനകത്തും കാണിക്കുന്നത്, ഒരു മിനിറ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേക്കട്ടെ, 20 kilogram ആണ് കേട്ടോ. ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് 20 kilogram എന്ന്. ഇപ്പോൾ രണ്ടിനകത്തും കാണിക്കുന്ന മാസ് എത്ര തന്നെയായിരിക്കും? 20 kilogram തന്നെയായിരിക്കും. 20 kilogram മാസ് തന്നെയായിരിക്കും. വെയിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 20 × g ചെയ്യണം. 20 × g ചെയ്യുമ്പോഴാണ് നമുക്ക് വെയിറ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് 10 kilogram, 20 kilogram, 20 kilogram, 10 kilogram, 20 kilogram, 20 kilogram, 10 kilogram, 10 kilogram എന്നാണ്. ഇപ്പോൾ രണ്ടിനകത്ത് സെയിം റീഡിംഗ് ആണ് വരുന്നത്. എന്ന് വെച്ചാൽ ഓപ്ഷൻ ഏതായിരിക്കും? C ആയിരിക്കും. ഓപ്ഷൻ C ആയിരിക്കും. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 20 kilogram ആണ് വെയിറ്റ്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലംസ് പെട്ടെന്ന് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതും. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടി ഒന്ന് ഓർത്തേക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.